ഹലോ ഗൈസ്, ഞാനും വിഷ്ണുവും കൂടെ കുട്ടി അഖിലിൻ്റെ വീട്ടിൽ കുറ്റിയും പറിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കുട്ടി ഒരാശയം മുന്നോട്ട് വെച്ച്. ആര്യനാട് കോട്ടയ്ക്കകത്ത് പോയി കോഴിത്തോരൻ തിന്നാലോ എന്ന്. നമ്മുടെ ഇവിടെ നിന്നാകുമ്പം വലിയ ദൂരമില്ലേ. അങ്ങനെ വീടും പൂട്ടി ഇറങ്ങാൻ നേരെ കൂടെ ഒരാളും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നേ. അതുകൊണ്ട് പുള്ളിയും കാത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ സാരഥി. അങ്ങനെ നമ്മൾ കാത്തുനിന്ന വ്യക്തി ഇരുചക്ര വാഹനത്തിൽ അഭ്യാസ പ്രകടനവും കാഴ്ചവെച്ച് കടന്നു വരികയാണ്. ഗായ്സ്, കടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അസീസ് അണ്ണൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് കുറച്ച് രാഷ്ട്രീയവും സിനിമയൊക്കെ പറഞ്ഞ് സ്പോട്ടിലെത്തി ഗൈസ്. പിന്നെ ഈ കട ഏതാണെന്നും ഇവിടുത്തെ രുചി എന്താണെന്നും പ്രത്യേകം നമ്മുടെ നാട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഡൈനിങ്ങിലോട്ട് കയറി അവിടെ ഇരുന്ന് ഇലയൊക്കെ വെള്ളമൊഴിച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ചോറും കൊണ്ടെത്തി ഗൈസ്. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, ചോറ് തരുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല, വാരിക്കോരി തട്ടും. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലേ വയറും കൂടെ വാടാക്കി എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. കണ്ടില്ലേ, ഇപ്പം തന്നെ ഞാൻ അറിയാവുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ചോറ് കുറച്ചിട്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇലയിൽ ഒരു മല ഇരുന്നാണ്. അങ്ങനെ അവിടുത്തെ കപ്പയും കറികളും സ്പെഷ്യലി കോഴിത്തോരനും കൊണ്ട് മുമ്പിൽ വെച്ച് തന്നു. ഞങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയും പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്നില്ല, നേരെ വീട്ടിലെത്തി അസീസണനെ അഖിലിനെയും വീട്ടിലാക്കിയിട്ട് ഞാനും വിഷ്ണുവും കൂടെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു തോരൻ 9 കൂടെ പാഴ്സൽ വാങ്ങിച്ച് കൊണ്ടു കൊടുത്തപ്പോൾ അവളുടെ മുഖത്ത് ആ ചിരി കണ്ടില്ലേ.